Hello, good morning, beautiful souls. Welcome to my channel. സോ ഇന്നലെ നമ്മളൊരു തേർഡ് പാർട്ടി റീഡിംഗ് ആണ് എടുത്തത്. ഇന്ന് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്. വാട്ട് ഈസ് ദ കറണ്ട് എനർജി ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു? അപ്പോൾ റീഡിങ്സ് ജനറലാണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ആർക്ക് വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ജീവിതവുമായി റെസണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വിട്ടുകളയുക. അപ്പോൾ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് ഒരു എൻഗേജ്മെൻറ്റ് റിംഗ് ആണ്. ഓക്കെ, രണ്ടാമത് കിട്ടിയിരിക്കുന്നത് ഒരു പാം ട്രീ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്ന വെച്ചാൽ നിങ്ങൾ തമ്മിൽ ഒരു ഡീപ്പ് കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പോലെ ഉണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അത് എൻഗേജ്മെൻറ്റ് റിങ് വന്നതുകൊണ്ടാണ്. പിന്നെ പാം ട്രീയും വന്നിട്ടുണ്ട്. സോഡ് പറയുന്നത്, മൂന്നാമത് വന്നിരിക്കുന്ന സോഡ് ആൻഡ് റോസ് ആണ്. സോഡ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ വേണമെന്നാണ്. കൂടാതെ ബന്ധത്തിൽ ചാലഞ്ചസ് വരുമ്പോൾ ബുദ്ധിയും ധൈര്യവും കൊണ്ട് അതിനെ നേരിടണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഒറക്കിൾ കാർഡിൻ്റെ റീഡിംഗ്. ഇനി നമുക്ക് ടാരറ്റ്സ് നോക്കാം. ഞാനിന്ന് എടുക്കാൻ പോകുന്നത് ആദ്യം നിങ്ങളുടെ എനർജിയുടെ ഒരു കാർഡ്, പിന്നെ നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ എനർജിയുടെ ഒരു കാർഡ്, നിങ്ങളുടേതും ആളിൻ്റെതും 5 കാർഡ് വീതം എടുത്തതിന് ശേഷം പിന്നെ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു 5 കാർഡ്. അങ്ങനെയാണ് ഇന്നെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത് നിങ്ങൾ രണ്ടുപേരും വിവാഹിതരാണ്, അല്ലെങ്കിൽ നിങ്ങളിൽ ആരോ ഒരാൾ വിവാഹിതനോ വിവാഹിതയോ ആണ് എന്നാണ്. കുട്ടികളെയൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി, സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ആളിൻ്റെ എനർജിയാണ് ആദ്യം വന്നിരിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് മറ്റേ ആൾക്ക് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. ഹാങ്ഡ് മാൻ എന്ന് വെച്ചാൽ ഒരു സ്റ്റക്ക് എനർജി കാണുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങളിൽ പുള്ളി അല്ലെങ്കിൽ പുള്ളിക്കാരി സ്റ്റക്കാണ്. മാത്രമല്ല ഓരോ കാര്യങ്ങളെയും മറ്റൊരു രീതിയിൽ കാണാൻ ശ്രമിക്കുന്നത് പോലെ തോന്നുന്നു. തല കീഴായിട്ട് കിടക്കുന്നത് കണ്ടില്ലേ, അതാണ് ഇപ്പുറത്തെ സ്ഥലത്ത്. അതായത് നിങ്ങൾക്ക് വന്നിരിക്കുന്ന അടുത്ത കാർഡ് ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചില പുതിയ തുടക്കങ്ങൾ, അല്ലെങ്കിൽ മനസ്സ് നിങ്ങളോട് എന്തോ പറയുന്നുണ്ട് ഈ ബന്ധത്തിനെക്കുറിച്ച്. ഓക്കെ, ശ്രദ്ധിക്കൂ എന്നാണ്. ഈ ബന്ധത്തിലോട്ട് ഒരു തുറന്ന മനോഭാവത്തോടു കൂടി വേണം നിങ്ങൾ സമീപിക്കാൻ എന്നാണ് നിങ്ങൾക്കുള്ള അഡ്വൈസ്. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെ മൂന്നാമതൊരാളുണ്ട്. മറ്റേ ആളിൻ്റെ എനർജിയിൽ, നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആളിൻ്റെ എനർജി നോക്കിയപ്പോൾ അവിടെ ഒരു മൂന്നാമതൊരാളുണ്ട്, ഒരു റിലേഷൻഷിപ്പുണ്ട്. ഓക്കെ, നിങ്ങളവിടെ 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രതിഫലനം എന്നതുപോലെ, അപ്പോൾ അപ്പുറത്തൊരാളിൻ്റെ ഒരു പ്രതിഫലനം നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിൽ വന്നതുപോലെ നിങ്ങളിവിടെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. നിങ്ങളിലൊരു മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിനകത്ത്. ഓക്കെ, പഴയതെല്ലാം പിന്നിൽ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ ഒരു എനർജി വന്നിട്ടുണ്ട്. സമാധാനം വേണം, അതാണ് മെയിൻ. സമാധാനം അന്വേഷിച്ച് ഒരു കപ്പലിൽ കയറി ഈ പോകുന്നത് പോലെ ഒരു കാർഡാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആ കാർഡ് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. അതേസമയം അപ്പുറത്ത് നിങ്ങളുടെ ഓപ്പോസിറ്റുള്ള ആൾക്ക് ഒരു ഡെവിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അവർക്ക് അവിടെ ഒരു അൺഹെൽത്തി അറ്റാച്ച്മെൻറ്റ് ഉണ്ട് ആരോടോ. ഓക്കെ, ചില കെട്ടുപാടുകൾ ഒക്കെ കാണുന്നുണ്ട്. ആരോ അവരുടെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ബന്ധത്തിനെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നുമുണ്ട്. അതാണ് എനിക്കിവിടെ നിന്ന് മനസ്സിലായത്. ഇപ്പുറത്ത് വന്നിരിക്കുന്ന അടുത്തൊരു കാർഡ് നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. പിന്നെ അതുപോലെ നൈറ്റ് ഓഫ് സോഡ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 എനർജിയും പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ബന്ധത്തിൽ ചില ആക്ഷൻസ് എടുക്കുമെന്നാണ്. ഒരു സാഹസികതയോടുകൂടിയ മുന്നേറ്റം. നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെയധികം ശ്രദ്ധിക്കണം, ക്ലിയർ ആയിരിക്കണം. പെട്ടെന്നുള്ള ഒരു ചാലഞ്ച് എന്നതുപോലുള്ള ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ പ്രതീക്ഷിക്കാം എന്നാണ് എനിക്ക് മനസ്സിലായത്. മറ്റേ ആൾക്ക് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ 9 ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. ഓക്കെ, 9 ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു വിഷ് കാർഡാണ്.
ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഈ തേർഡ് പേഴ്സൺ ഇമോഷണൽ ഡ്രാമ ഒക്കെ കളിക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഡീപ്പ് കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ആൾ അതിൽ പലതിലും വീഴുന്നുമുണ്ട്. ഓക്കെ, സന്തോഷവാനായിട്ട് ഇരിക്കുന്നതിനോടൊപ്പം തന്നെ ആ ഡ്രാമയിൽ ചില ഡ്രാമകളിലെല്ലാം വീഴുന്നുമുണ്ട്. ഓക്കെ, കുറച്ച് സ്ട്രെങ്ത് ഉണ്ട് അവരുടെ റിലേഷൻഷിപ്പിൽ. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള റീഡിംഗ് എടുത്തപ്പോൾ അവരുടെ എനർജി കയറി വന്നത്. മനസ്സിലായോ? ഇനി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ കാർഡാണ് എടുക്കാൻ പോകുന്നത്, നിങ്ങൾ തമ്മിലുള്ളത്. ഓക്കെ, നിങ്ങളും നിങ്ങളുടെ അതർ പേഴ്സണും തമ്മിലുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു ബന്ധം പാസ്റ്റിൽ നിന്ന് വന്ന ഒരു ബന്ധമായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഒന്നുകിൽ പാസ്റ്റ് ജന്മത്തിൽ നിന്നുള്ള ഒരു കാർമിക് റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ നിങ്ങൾ പരസ്പരം അറിയുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പണ്ട് കൂടെ ഒരുമിച്ച് പഠിച്ചതോ അല്ലെങ്കിൽ ജോലി ചെയ്തതോ ഒക്കെ ആവാം ഈ റിലേഷൻഷിപ്പ്. നിങ്ങളുടെ ബന്ധം ഹാർഡ്ഷിപ്സിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. എന്തൊക്കെയോ ഹിഡൻ ആയിട്ടുണ്ട് ഈ ബന്ധത്തിൽ, ഒന്നും വിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, പല കാര്യങ്ങളും ഹിഡനാണ്. നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ബന്ധമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോഴും രണ്ടുപേർക്കും പരസ്പരം അട്രാക്ഷൻ ഉണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. ലവേഴ്സ് ആൻഡ് 2 ഓഫ് കപ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നിങ്ങൾ തമ്മിലുള്ള എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു റീഡിങ്ങുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.